ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും വന്നിരിക്കുകയാണ്. കം. ഇന്നത്തെ വിശേഷം അതും മോഹൻലാൽ, മമ്മൂക്ക, നയൻതാര, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിങ്ങനെ മലയാളത്തിലെ വൻ താരനിരകൾ അണിനിരക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ പടം അല്ലേ? അതെ. ആ പടത്തിന്റെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ റിലീവ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അണിയർ പ്രവർത്തകർ. അതായത് മഹേഷ് നാരായണൻ ആണ് അതിന്റെ ഡയറക്ടർ. അതായത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം. ഒരു ഹരികൃഷ്ണൻസിനൊക്കെ ശേഷം വേണമെങ്കിൽ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ ഒരു ഗ്യാങ് വരുന്ന ഒരു പടം 2020. പക്ഷെ അവര് കോംബോകൾ ശരിക്കും വരുന്നില്ലല്ലോ. ഒരു കോംബോ വരുന്ന പടം എന്ന് പറയുന്നത് ശരിക്കും ഹരികൃഷ്ണൻസ് ആയിരിക്കും. വേണമെങ്കിൽ 2020 എല്ലാവരും ഉണ്ടെങ്കിലും ഒരു പക്ഷെ കുഞ്ചാക്കോ ബോബൻ, മോഹൻലാല്, മമ്മൂക്ക അങ്ങനെയുള്ള ടീമുകൾ ഒരുമിച്ച് വരുന്ന ഒരു പടം. അതും ഇതില് ഒരു ഫഹദ് ഫാസിലിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. അതില് മറ്റേ ഫാദറാണ്, ഫാസിലാണ് ഡയറക്ട് ചെയ്തത് ഹരികൃഷ്ണൻസ്. ഇതില് അദ്ദേഹത്തിന്റെ മകൻ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ഗുപ്തൻ, ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ ഇതിലൊരു പ്രധാന ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനൊരു ഹെവി മൾട്ടി സ്റ്റാർ പടമാണ് ശരിക്കും. മലയാളത്തിലെ കുറെ നാളുകൾക്ക് ശേഷം വരുന്ന ഒരു മൾട്ടി സ്റ്റാർ പടം അല്ലേ? നല്ലൊരു ഹൈപ്പും അതുപോലെ തന്നെ നല്ല രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പടം കൂടി ആയിരിക്കാമെന്ന് വിചാരിക്കുന്നു. പോസ്റ്റർ വൈസ് ലുക്കും എല്ലാവരുടെയും ലുക്ക് വൈസും ഗംഭീരാണ്. നമുക്കിപ്പോ ഓരോ പോസ്റ്ററുകളായിട്ട് നോക്കാം. നമുക്ക് പോസ്റ്ററുകളെല്ലാം കണ്ടിട്ട് തിരിച്ചു വരാം. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പോസ്റ്റർ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫഹദ് ഫാസിലിന്റെ ഒരു പോസ്റ്ററാണ്. അത് ഒരു നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരു പീസ് അല്ലേ? ഫഹദ് ഫാസിലിന്റെ ഒരു വില്ലൻ ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ? ഫഹദ് ഫാസിൽ ആയതുകൊണ്ട് നമുക്ക് അത് വില്ലനാണോ നായകനാണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കൊമഡിയനാണോ എന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത് കോമഡി പടം ആയിരിക്കില്ല എന്ന് ഉറപ്പാണ്. രജനീകാന്തിന്റെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, അതിലൊരു വേറെ രീതിയിൽ പരിപാടിയാണ്. രജനീകാന്തിന്റെ ഒപ്പത്തിന് നിൽക്കുന്ന ഒരു വേറെ രീതി പരിപാടി. നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ചെയ്യും. അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. എങ്ങനെ ഇരിക്കും തന്നെ പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ രാജീവ് മേനോന്റെ ഒരു പോസ്റ്റർ, ഗുപ്തൻ, ഹരികൃഷ്ണൻസിലെ ഗുപ്തന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. അതും ആളുടെ വേഷം തന്നെ മാറിപ്പോയി അല്ലെ? ലുക്ക് തന്നെ മാറിപ്പോയി. കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവില്ല. ശരിക്കും പറയണം നമ്മള്, മനസ്സിലാവുള്ളൂ. ഗുപ്തനായിരുന്നു നമ്മുടെ ഹരികൃഷ്ണൻസിലെ ഗുപ്തനായിരുന്നു. അല്ല, ആള് ശരിക്കും ഡയറക്ടറാണ്. ശരിക്കും തമിഴ് സിനിമകളിലൊക്കെ ഡയറക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ്. അപ്പൊ ആള് ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് തോന്നുന്നു അഭിനയത്തിലേക്ക് വരുന്നത്. അടുത്ത് ആളുടെ പടങ്ങളൊന്നും കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. നീ കണ്ടിട്ടുണ്ടോ? ഒന്നും അറിയില്ല. ഇല്ലല്ലോ, നമുക്ക് ഓർമ്മയിലില്ല. എന്തായാലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, നമുക്ക് അറിയാം. ആള് അവസാനമായിട്ട് ഒരു പടം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു GV പ്രകാശിനെയൊക്കെ വെച്ചിട്ട്. അതിനുശേഷം ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ല. പിന്നെയുള്ളത് കുഞ്ചാക്കോ ബോബന്റെ ഒരു പോസ്റ്ററാണ്. അതും ഒരു കെൽപ്പ് ലുക്ക് തന്നെയാണ്. ഇതിലെല്ലാരും കെൽപ്പ് ലുക്കാണ്. ഒരു നോട്ടം അല്ലാതെ എന്തൊരു മിസ്റ്ററി ഉള്ള പോലത്തെ ഒരു ലുക്ക് അല്ലേ? ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു ഫീല്, എല്ലാരും ഒരു ഗ്രേ ഷെയ്ഡ് ഉള്ള പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് അല്ലേ? ഈ പോലീസുകാരും വലിയ വലിയ മിലിറ്ററിക്കാരൊക്കെ നോക്കുന്ന ഒരു കള്ളന്മാരെ കുറിച്ച് നോക്കുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ. അതായത് അവരുടെ ഒരു സൈക്കോളജിക്കൽ നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം വെച്ചാണ് ഇതിലും നോക്കുന്നതെന്ന് തോന്നുന്നു. അതെ, ഇവര് കള്ളന്മാരാണോ എന്ത് ടൈപ്പ് പടാണെന്ന് പോലും നമുക്ക് മനസ്സിലായില്ല. ശരിക്കും ടീസറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാലും എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നൊരു പ്രഡിക്റ്റ് കിട്ടണില്ലേ? ശരിക്കും മമ്മൂട്ടിയാണ് ശരിക്കും കേന്ദ്ര കഥാപാത്രം എന്ന് നമുക്കൊരു ഊഹം കിട്ടിയിട്ടുണ്ട്. മോഹൻലാൽ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമിയോ എന്നുള്ള രീതിയിലാണ് നമുക്ക് പ്രസന്റ് ആയിരിക്കുന്നത്, ഇതുവരെ മനസ്സിലായിരിക്കുന്നത്. ഇനി മഹേഷ് നാരായണൻ പടത്തില് എന്താണ് നമ്മളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. മഹേഷ് നാരായണന്റെ പടങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകത ഉണ്ടാവാറുണ്ട്, നമുക്കറിയില്ല. പിന്നെ രണ്ടുപേരും, അതായത് മമ്മൂട്ടിയും മോഹൻലാലിന്റെ പോസ്റ്റ് മമ്മൂട്ടിയും റിലീസ് ചെയ്തു. അങ്ങനെ രണ്ടുപേരും മാറി മാറിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അല്ല, അത് കുഞ്ചാക്കോബനും ഫഹദ് മാറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. കൊള്ളാം. മമ്മൂട്ടിയും ലുക്ക് ശരിക്കും ഐ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതൊരു ഷെയ്ഡിലാണ് അല്ലെ?
കൈയും അല്ല ഐ പോലും ഐഡന്റിഫൈ ചെയ്യേണ്ട എന്ന രീതിയിലാണ് പോസ്റ്റർ ഇറക്കി വെച്ചിരിക്കുന്നത്. ആ രീതിയിൽ പോലും പ്രെഡിക്റ്റ് ചെയ്യരുത് എന്ന രീതിയിലായിരിക്കണം. നമുക്ക് ഐ ശരിക്കും കാണാൻ പറ്റുന്നില്ല അല്ലെ മമ്മൂട്ടിയുടെ പോസ്റ്ററിൽ. എന്താണ് മനസ്സിലാക്കാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആ പോസ്റ്ററിന്റെ അടിയിൽ നീ കണ്ട കുത്തുകുത്തുള്ള ഒരു സംഭവം, എന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. ഒരു ഡോട്ട് ഇട്ടിട്ട് കണ്ട ടൈറ്റിലിന്റെ മുകളിലായിട്ട് ശരിക്കും എന്തൊരു ചിപ്പാണോ അങ്ങനെ എന്തൊരു പരിപാടിയാന്ന് തോന്നുന്നു. അത് അങ്ങനത്തെ ഒക്കെ ഡോട്ടുകളാണ് ഫീൽ ചെയ്യുന്നത് അല്ലെ. നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ മോഹൻലാലിന്റെ പോസ്റ്റ്, മോഹൻലാലിന്റെ ഒരു കണ്ണ് കറക്റ്റ് റിലീവ് ആവുന്നുണ്ട്. ചിരി, ഒരു ചെറിയ ചിരിയും ഉണ്ട് ശരിക്കും. അത് പിന്നെ മോഹൻലാലിന്റെ എല്ലാ പടത്തിലും ഇപ്പൊ ഏത് വില്ലൻ ചിരി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കില്ല. ഹൈലൈറ്റ് ആണ്. വില്ലൻ ആണെങ്കിൽ കൂടെ നമുക്ക് ചിലപ്പോ എന്താണ് ക്യാരക്ടർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് അറിയില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഫുൾ സ്റ്റാറുകൾ നിൽക്കുന്ന അടുത്തൊരു പോസ്റ്ററാണ് ഇപ്പൊ റിലീവ് ആയിരിക്കുന്നത്. 23/4/2026 പടം റിലീസ് ആവുന്ന രീതിയിൽ പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. ഇതൊരു ചിപ്പ് കയ്യിൽ പിടിച്ചിരിക്കുന്നുണ്ട്. ആ ചിപ്പിന്റെ മുകളിലാണ് മറ്റുള്ള സ്റ്റാറുകളൊക്കെ വന്ന് നിൽക്കുന്നത് അല്ലേ, ശ്രദ്ധിച്ച? മോഹൻലാലായാലും ഫഹദായാലും കുഞ്ചാക്കോ ബോബനായാലും രാജീവ് മേനോനായാലും എല്ലാവരും ഒരു ആ ചിപ്പില് കേറി നിൽക്കുന്ന രീതിയിൽ അല്ലെ, അങ്ങനത്തെ ഒരു പോസ്റ്റ്. എനിക്ക് തോന്നുന്നത് സൈബർ ആ പരിപാടി ആയിരിക്കാം പോലെ. കാരണം നമ്മുടെ സാധാ ക്രൈം ആയിരിക്കില്ല, ചിലപ്പോ ഇന്റർനാഷണൽ എങ്ങനെയാണെന്ന് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇത് മമ്മൂട്ടിയുടെ കൺട്രോളിൽ ഇരിക്കുന്ന ഒരു ചിപ്പ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കയ്യിൽ ആ ചിപ്പ് ഇങ്ങനെ വെച്ചിട്ട് മമ്മൂക്ക കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അല്ലേ, അങ്ങനെയാണ് നമുക്ക് ഫീൽ ചെയ്യണത്. അതിന്റെ സെന്ററിൽ മോഹൻലാല്. ഒന്നാമത് ഇപ്പൊ എല്ലാ ചിപ്പാണ് സംഭവം. അതെ, ഇപ്പൊ ഏത് വലിയ വലിയ മിസൈൽസ് ആയാലും ഒക്കെ ചിപ്പിലാണ് കളി ശരിക്കും. എന്താണ് ഇപ്പൊ നമ്മുടെ മൊബൈലായാലും എന്തിട്ടായാലും ഒക്കെ ചിപ്പാണ്. ചിപ്പിന് വില കൂടിയ സ്ഥിതിക്കാണ് നമ്മുടെ ഈ സാധാ മൊബൈൽക്കൊക്കെ വില കൂടിയിരിക്കുന്നത്. മെയിൻ സാധനം ചിപ്പാണ്, റാം അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ അതാണ് ഈ സാധനം ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിലപ്പോ മിസൈലിന്റെ ചിപ്പായിരിക്കാം, എന്താണെന്ന് നമുക്കറിയില്ല. സ്പേസ് വഴി അങ്ങനെ സന്ദേശം അങ്ങനെയൊക്കെയുള്ള സാധനം ആയിരിക്കാം. എന്തോ ഒരു വലിയൊരു സംഭവമാണ് ശരിക്കും വരുന്നത് അല്ലെ, മഹേഷ് നാരായണ ഒരു സംഭവം എന്ന് പറയുവാണെങ്കിൽ അല്ലെ, മലയാളത്തിലെ ഒരു ഹെവി സാധനം. നല്ല രീതിയിലായാ മതിയായിരുന്നു അല്ലെ, ഫാൻസിനൊക്കെ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയിലൊരു സംഭവം. മലയാളത്തിൽ അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. ആ പോസ്റ്റർ തന്നെ ഒരു വെറൈറ്റി അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ ചിപ്പ് ഇങ്ങനെ കൈപിടിച്ചിരിക്കുന്നു, ആ ചിപ്പിന്റെ മുകളിൽ ഇവര് നിൽക്കുന്നു. ഹോളിവുഡില് നമ്മ ഒരുപാട് ചിപ്പുകളുടെ പണികളൊക്കെ നല്ല പടങ്ങൾ കണ്ടിട്ടുണ്ട് ശരിക്കും. മലയാളത്തിൽ ഇതൊരു പരിപാടിയാണ് ശരിക്കും. ഇത് വേൾഡ് വൈഡ് റിലീസാണ് 23/4/26. ഒട്ടും എല്ലാ ഭാഷയിലും ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. പാൻ ഇന്ത്യൻ പടം എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും വരുന്നുണ്ടാവുക ശരിക്കും അല്ലെ. അതായിരിക്കും, കാരണം ഇത്രയും താരനിരകൾ വരുമ്പോ തന്നെ മലയാളത്തിൽ മാത്രം ഒതുക്കാൻ പറ്റില്ല. ഇത് ഹെവി ബഡ്ജറ്റ് കൂടി ആയിരിക്കും. ബഡ്ജറ്റ് ഒന്നും ഇതുവരെയായിട്ട് അവര് റിലീവ് ചെയ്തിട്ടില്ല ചേട്ടാ. നല്ലൊരു ബഡ്ജറ്റ് ഉണ്ടാവും ഇതിനെന്തായാലും. ഹെവി ഐറ്റംസ് ആണ്, കാരണം ചിപ്പ് അങ്ങനെയുള്ള പരിപാടിയൊക്കെ കാണുമ്പോ നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലെ. ഒരു ഹെവി പരിപാടി ആയിരിക്കും വരാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. സൈബർ ക്രൈം ആണോ അങ്ങനെ എന്ത് പരിപാടിയാണെന്നൊരു പിടിത്തം കിട്ടിയിട്ടില്ല. എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പോസ്റ്ററിന്റെ വെളിയിലേക്ക് അല്ലേ. ചിപ്പിന്റെ മുകളിലൊക്കെ നിൽക്കണ കാണുമ്പോ നമുക്ക് ചിപ്പിന്റെ സൈബർ ഒരു ഗെയിം പോലത്തെ ഒരു പരിപാടി പോലെ ഫീൽ ചെയ്തു എനിക്ക്. മറ്റേ പണ്ടില്ലേ ഹാക്ക് ചെയ്യാ സൈബർ ക്രൈം, അതൊക്കെ ഹാക്ക് ചെയ്യാൻ സൈബർ ക്രൈമിൽ പെട്ടതാണ്. അതായത് ഒരു ചിപ്പ് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയുടെ അങ്ങനത്തെ ഒരു പരിപാടി പോലെ ഫീൽ ചെയ്തത് എനിക്ക് തോന്നി. ഇപ്പൊ അതാ ചിപ്പ് കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ കൺട്രോളിലാണ് ഇവരെല്ലാവരും എന്നുള്ളൊരു കൺസെപ്റ്റ്, അങ്ങനത്തെ ഒരു പോസ്റ്റർ പോലെ തോന്നി എനിക്ക്. ഇങ്ങനെ ചിലപ്പോ ഇങ്ങനെ കാണുമ്പോ ചിലപ്പോ മോഹൻലാലിന്റെ പോയിന്റ്സ് ആയിരിക്കും ചിലപ്പോ പ്രശ്നം ഉണ്ടാവും അല്ലെ, അങ്ങനെയൊക്കെ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതുവരെയായിട്ട് മനസ്സിലായില്ല. എന്തായാലും മമ്മൂക്ക തന്നെയാണ് ഈ കേന്ദ്ര കഥാപാത്രം. ഒരു രാജ്യത്തിനെ സംരക്ഷിക്കാന്നുള്ള രീതിയിൽ ആയിരിക്കാം ടെററിസം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇതിന്റെ മുൻകാല പോസ്റ്ററുകളൊക്കെ നോക്കുമ്പോഴേ ഇവരുടെ ഇപ്പൊ മമ്മൂക്കയുടെ പ്രായം പറഞ്ഞിട്ടുള്ള ലുക്ക് ഉണ്ട്, കുറച്ച് നേരം വന്നിട്ടുള്ള ലുക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് പോസ്റ്റർ പരിപാടികൾ കണ്ടിട്ടുണ്ട് ശരിക്കും. അവിടെ പണ്ട് നമ്മുടെ മമ്മൂട്ടിയുടെ സൈന്യം ഇറങ്ങിയിരുന്നു. അതില് ചിപ്പല്ല, അതില് ഹാർഡ് ഡിസ്ക് ആയിരുന്നു. അത് അന്നത്തെ കാലഘട്ടത്തിൽ ഹാർഡ് ഡിസ്കിലാണ്. ഇന്നിപ്പോ അല്ല ചിപ്പിലേക്ക് പെൻ ഡ്രൈവ് പോലുള്ള
ചെറിയ ചെറിയ ചിപ്പിലേക്ക് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. എന്തായാലും നമുക്ക് കാത്തിരിക്കാം അല്ലെ, നല്ലൊരു പരിപാടിക്ക് വേണ്ടി. ഒരു മഹേഷ് നാരായണന്റെ വലിയ സംഭവത്തിന് വേണ്ടിട്ട് നമുക്ക് കാത്തിരിക്കാം. പരീക്ഷണം കണ്ട് കണ്ട് തുടർന്ന് കണ്ടു പോകേണ്ടത് എന്താ പറയാ, പുതിയ പുതിയ അറ്റംപ്റ്റുകൾ പുതിയ മലയാള സിനിമേനെ വേറെ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. അതെ, നമ്മുടെ അവതാർ പോലെ നമുക്ക് പറ്റില്ലെങ്കിലും ആഗ്രഹിക്കാല്ലേ. ഇപ്പൊ നമുക്ക് മഹേഷ് ബാബുവിന്റെ തെലുങ്ക് പടം, രാജമൗലിയുടെ പടം, അതുപോലെ അത്ര ലെവലിലൊക്കെ നമുക്ക് മലയാള സിനിമ ഹോളിവുഡ് പോലെ ലെവലിൽ ചിന്തിച്ചോണ്ടാണ് രാജമൗലിക്ക് അങ്ങനെ ചെറിയ, നമുക്ക് ഹോളിവുഡിന്റെ അത്ര ലെവലെത്തില്ല, എന്നാലും നമുക്ക് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ ആള് പിടിക്കും ചിലപ്പോ. നമുക്ക് കാത്തിരിക്കാം. എന്തായാലും നമ്മുടെ ഒരു മൾട്ടി സ്റ്റാർ പടത്തിന് വേണ്ടി നമ്മളൊരു കുറെ നാളുകളായില്ല ശരിക്കും മലയാളത്തിൽ ഒരു മൾട്ടി സ്റ്റാർ പടം വന്നിട്ട് അല്ലെ, ഒരു നീണ്ട ഇടവേള കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കുറെ ശരിക്കും നമ്മുടെ നാട്ടിലാണ് ഈ മൾട്ടി സ്റ്റാർ പടം കൊണ്ടുവന്നത് അല്ലേ. നീ ആലോചിക്കേ, 2020 അങ്ങനെ കുറെ ചൈന ടൗൺ, ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മൾട്ടി സ്റ്റാർ പടങ്ങൾ ശരിക്കും നമ്മുടെ ഇതിലാണ് കൊണ്ടുവന്നത്. ഇപ്പൊ പണ്ട് മുതലാണെങ്കിൽ ധ്രുവം, അതിലുള്ള സ്റ്റാറുകൾ എന്തോരാണല്ലേ, മമ്മൂട്ടി, സുരേഷ് ഗോപി, അങ്ങനെ നീണ്ടു കിടക്കാണ് സ്റ്റാറുകൾ. ഈ ഇടയ്ക്ക് നമ്മുടെ ബാലയ്യർ ഒരു പഴയ പടത്തിൽ എന്താണ് മോഹൻലാല് അവിടെ പോയിട്ട് അഭിനയിച്ചത്, അവര് ഗസ്റ്റ് റോള് പോലെയാണ്. അത് കൊള്ളാറുണ്ട്. ആ പാട്ട് സീൻ ഞാൻ കണ്ടിട്ടുണ്ട് ശരിക്കും. ആ സമയത്ത് ബാലയ്യ ഹെവി നടനായിരുന്നു അല്ലേ. മോഹൻലാൽ റേഞ്ചിലൊക്കെ ആവാൻ നോക്കുന്നുണ്ട്, പക്ഷെ മോഹൻലാലിന്റെ പോലെ നല്ല ഉദ്ദേശിച്ചത്. മോഹൻലാല് വേറെ റേഞ്ച് അത് വേറെ റേഞ്ചാണ്. അതിന്റെ മൾട്ടി സ്റ്റാർ അങ്ങനെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് ചിലപ്പോ ജസ്റ്റ് റോൾ വന്നു പോയൊരു പടം. ഈ പടം നമ്മൾ കണ്ടിട്ടില്ല. ഒരു ചെറിയ പാട്ട് സീൻ ഉണ്ടായിരുന്നല്ലേ, അത് ശരിക്കും നമ്മളത് കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും വീണ്ടും പാട്രിയോട്ടിലേക്ക് തിരിച്ചു വരാം. മഹേഷ് നാരായണന്റെ പടം ഒരു ഗംഭീര പടമായിരിക്കണം എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. റിലീസിംഗ് ഡേറ്റ് പറഞ്ഞതല്ലേ. മ്യൂസിക് സുഷിൻ ശ്യാമാണ്. അതൊരു ഗംഭീര പരിപാടി ആയിരിക്കും. ആവേശം മ്യൂസിക് ഡയറക്ടർ, അതൊരു ഗംഭീര പരിപാടി ആയിരിക്കും. അതുകൊണ്ട് ഗംഭീരാണ്. പക്ഷെ ഇതില് മോഹൻലാലിനെ നീ ശ്രദ്ധിച്ച, മോഹൻലാൽ ഒരു വടി കുത്തി പിടിച്ചാണ് നടക്കുന്നത് അല്ലേ. കാലിനെന്തോ പ്രശ്നമുള്ളത് പോലത്തെ ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ. സീനിയർ എന്തെങ്കിലും ഓപ്പറേഷന്റെ ഇടയിൽ ഉണ്ടായ സംഭവം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം വേണമെങ്കിൽ അല്ലേ. നമുക്ക് എന്തായാലും കാത്തിരിക്കാൻ പടത്തിന് വേണ്ടിയിട്ട്. ഇതുപോലുള്ള നല്ല പടങ്ങളുടെ വിശേഷങ്ങളുമായി വരുന്നത് വരെ ബൈ.